വിശ്വാസത്തെ കർത്താവ് പരിശോധിക്കുന്നത് ശാരീരിക പീഡകളിലൂടെ തന്നെയാണ്, പ്രതിസന്ധികളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ക്ലേശങ്ങളും പീഡനങ്ങളും ശരീരത്തിന് ഇഷ്ടമല്ല. ശരീരത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ക്ലേശങ്ങളിൽ പോലും പലരും വീണുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ദൈവവചനത്തോട് നമുക്ക് തുറവയുണ്ടായിരിക്കും. വചനം നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകമാണ് ദൈവവചനത്തെ സ്വീകരിക്കുവാനുള്ള അഭിഷേകം. നമ്മുടെ ഉള്ളിലേക്ക് ഈ വചനം നിറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മീയതാഹം ഉണ്ടാകും. വചനം നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഏത് പ്രതിസന്ധി, നിങ്ങളിവിടെ ഇരുന്ന് ജ്ഞാനത്തിൽ സംബന്ധിക്കുക അല്ലെങ്കിൽ ഏകദിന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോഴാണ് വലിയൊരു വിടുതൽ സംഭവിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 119 അധ്യായം 11 തിരുവചനം, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു. ഹല്ലേലൂയ. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ ഒരു കൃപ നമ്മുടെ ഉള്ളിൽ നിറയണം. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു. സങ്കീർത്തനം 119 വചനം, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? അവിടുത്തെ വചനം അനുസരിച്ച് തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും വിട്ടുമാറും. നിങ്ങൾ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചന ശുശ്രൂഷയ്ക്ക് ഒരുക്കുമായിട്ട് കർത്താവേ, ഇന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ, ദൈവത്തിന്റെ വചനം നിറയുമ്പോൾ തന്നെ, ഈ വചന സ്ഥലത്ത് പ്രഘോഷിക്കുമ്പോൾ തന്നെ, ഇന്ന് വചന ശുശ്രൂഷയെ സംബന്ധിച്ച് എനിക്ക് പരിപൂർണമായ ഒരു വിടുതൽ നൽകണമേ, പരിപൂർണമായ വചനത്തിലൂടെ ഒരു സൗഖ്യം നൽകണമേ, പരിപൂർണമായ ഒരു അഭിഷേകം നൽകണമേ, ഈ വചനത്തിലൂടെ എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അതാണ് ഇവിടെ കാണുന്നുണ്ട്. കർത്താവ് മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 10 അധ്യായത്തില് മറിയത്തെ കുറിച്ച് പറയുന്നത്, അവള് കർത്താവിന്റെ പാദത്തിൽ ഇരുന്നു എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ലൂക്കായുടെ സുവിശേഷം 10 അധ്യായം, അവൾക്ക് മറിയം 10:39, അവൾക്ക് മറിയം എന്ന് പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിൽ ഇരുന്നു. ഹല്ലേലൂയ. അപ്പൊ ആഗ്രഹത്തോടെ ദൈവവചനം കേട്ട ഈ മറിയത്തിന്റെ പ്രത്യേകത, ഈ മറിയത്തിന് മുമ്പിലാണ് കർത്താവ് ഉദ്യതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്നത് ആഗ്രഹത്തോടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. വചനം കേൾക്കുന്നത് ദാഹത്തോടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിലൂടെ കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായലേഖനം 4:12 അഭിഷേകം നമ്മളെ നിറയുന്നതിന് വേണ്ടി. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതരം ആടിനേക്കാളും മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മച്ചകൾ തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേചിച്ചറിയുന്നതിന് വേണ്ടിയാണ്. കൊർന്നേലിയസ് പത്രോസിനെ വിളിച്ചു വരുത്തുന്നത് ദൈവവചനം കേൾക്കാനുള്ള ദാഹത്തോടെയാണ്. അങ്ങനെ ദാഹത്തോടെ വചനം കേട്ടുകൊണ്ടിരുന്നവരോട് വചനം പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം 10:44, പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇവരുടെ വചന ശുശ്രൂഷയിൽ ദാഹത്തോടെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപ്പാടിന്റെ പുസ്തകം 19 അധ്യായം 13 തിരുവചനം, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. ഹല്ലേലൂയ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. ഈ വചനത്തിന് അത്രമാത്രം അഭിഷേകമുണ്ട്. വചനത്തെ ദാഹത്തോടെ സ്വീകരിക്കുക. വീണ്ടും സങ്കീർത്തനം വെളിപ്പാടിന്റെ പുസ്തകം 19:16, അവന് മേലങ്കയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥും. കണ്ണടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതായത് ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം ഞങ്ങളുടെ ഉള്ളിലേക്ക് തുറച്ചു കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശുദ്ധ കുരിശിലെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങൾ തമ്മിലാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശിക്ഷയ്ക്ക് പരസ്പരം ഒന്നേക്ക് നോക്കി അതോടെ നമുക്ക് ദൈവത്തിക്കാൻ വലിയൊരു ഭാഗ്യമാണ്. ഇതൊരു ഭാഗ്യമാണ് ഇവിടെ ഇരുന്ന് ഈ വലിയ പ്രതിസന്ധിയുടെ മഴയുടെ സമയത്ത് ഇവിടെ ഇരുന്ന് വചനം കേൾക്കാൻ പറ്റുന്ന കൃപയെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 8 അധ്യായം 9 മുതലുള്ള വചനം നമ്മൾ ധ്യാന വിഷയമായി എടുക്കുകയാണ്. ഈ ഉപമയുടെ അർത്ഥം എന്തെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ അവരോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ഉപമ ഇതാണ്, വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രമിച്ചെങ്കിൽ അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി
പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വ്യക്തി. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളിൽ അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇന്ന് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഈശോയുടെ കൂടത്തിൽ നടന്ന ആളുകളെ കുറിച്ച് 3 തരത്തിലുള്ള ആളുകളാണ്. ഒന്നാമത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് ഈശോയെ തേടുന്ന ആളുകളുണ്ട്. ഓരോ ദിവസവും ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു, അപ്പം വർദ്ധിപ്പിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നു. ഇത് കണ്ടിട്ട് ഈശോയെ തേടി വന്ന ആളുകളും. ഒരു ദിവസത്തെ അത്ഭുതം കണ്ടിട്ട് പിറ്റേ ദിവസവും പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അവർ അതിരാവിലെ തന്നെ ഈശോയുടെ അടുക്കലേക്ക് വന്നു. അതായത് അവർ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് പിറ്റേ ദിവസവും നാളെയും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. അതൊരു വിഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈശോ ചെയ്യുന്ന പ്രവൃത്തികളിൽ കുറ്റം കണ്ടുപിടിക്കാൻ വന്നവരാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ഒരു വിഭാഗം ആൾക്കാര് ഈശോ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്. ഇതിനു വേണ്ടിയാണ് ഈശോ ഈ സാപത്ത് ദിവസം ഈ രോഗികളെ സുഖപ്പെടുത്തുവാണെങ്കിൽ, ഈ കൈ ശോഷിച്ച് ഒരാളെ സുഖപ്പെടുത്തുവാണെങ്കിൽ ഉടനെ തന്നെ അവർ പറയുന്നത് ഈ സാപത്ത് ദിവസം സാപത്ത് ലംഘിച്ചു. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്, വിമർശിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഈശോയുടെ പ്രവൃത്തിയെ വിമർശിക്കുവാനും അതിൽ കുറ്റം കണ്ടെത്താനും വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അവരിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈശോ അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കി എന്ന് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഇവര് കാണാൻ വന്നിരിക്കുന്നത്, ഇവര് ഈശോയുടെ അടുക്കൽ വന്നിരിക്കുന്നത് അത്ഭുതങ്ങൾ കാണാനോ രക്ഷ പ്രാപിക്കാനോ ഒന്നും അല്ല, ഈശോ ചെയ്യുന്നതിന്റെ ആ കുറ്റം കണ്ടുപിടിക്കാനായിട്ടാണ്. ഈ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകള് ചില സമയത്ത് ഇങ്ങനെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അവരെല്ലാത്തിനെയും ഈ സംശയ മനസ്കതയോടുകൂടി അല്ലെങ്കിൽ ഈ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. ഇത് രണ്ടാമത്തെ വിഭാഗമാണ്. പരിസയരും നിയമിതരും ഒക്കെ ഈശോ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നവരാണ്. ഈ 3-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ അപ്പസ്തോലന്മാരാണ്, ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താണ്? ശിഷ്യന്മാര് എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ അടുക്കലേക്ക് വന്നവരാണ്. ഹല്ലേലൂയ. പത്രോസ്, അന്ത്രയോസ് മീൻ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങൾ കണ്ട ഉടനെ തന്നെ ശിമോൻ പത്രോസിനോടും അന്ത്രയോസിനോടും ഈശോ പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. ഉടനെ ചെയ്തെന്താണ്? അവര് എല്ലാം ഉപേക്ഷിച്ചു. അവർക്ക് മീനില്ല, വഞ്ചിയില്ല. സബദിപുത്രന്മാരെ കുറിച്ച് പറയുന്നത് എന്താണ്? അവർക്ക് അപ്പനെ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഈശോയുടെ പിന്നാലെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവർ ഈശോയുടെ പിന്നാലെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ അപ്പസ്തോലന്മാര് ഈശോയുടെ പിന്നാലെ വന്നിരിക്കുന്നത് ഈ നിത്യജീവിതത്തെ സ്നേഹിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ തിരുവചനത്തില് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും എന്നെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവോ? എന്നെന്താ മറുപടി ചെയ്തിരിക്കുന്ന കൃത്യം വായിക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 6:68 ഈശോ അപ്പസ്തോലന്മാരോട് ചോദിച്ചു. എല്ലാവരും പോവാണ് ഈശോയെ വിട്ട്. അപ്പോൾ അപ്പസ്തോലന്മാരോട്, ഈ കൂടത്ത് നടക്കുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? എന്നെന്താ മറുപടി പറയുന്നത്? യോഹന്നാൻ 6:68 ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവിതത്തിന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അതോ അതാണ് ഈ പുറകെ നടക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഈശോ പറഞ്ഞ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ഹല്ലേലൂയ. സബദിപുത്രന്മാര് ഈശോട് വന്ന് പറയുന്നത് എന്താ? കർത്താവേ, എന്താണ് പറയുന്നത്? അങ്ങയുടെ രാജ്യത്തിൽ, എന്താ പറയുന്നത്? അങ്ങയുടെ രാജ്യത്തിൽ, അമ്മ പറയാണ്, അങ്ങയുടെ രാജ്യത്തില്, ഏത് രാജ്യമാണ്? സ്വർഗരാജ്യത്തിൽ നിന്റെ ഇടത്തും വലത്തും ഇരിക്കാനായിട്ട് എന്റെ 2 മക്കൾക്കും അവസരം തരണം. ഹല്ലേലൂയ. അപ്പൊ ഈ അപ്പസ്തോലന്മാരുടെ ഉള്ളില് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും നിത്യജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അവർ ഈശോയുടെ പിന്നാലെ നടക്കും. അതാണ് ഈ ഈശോ ഈ
വിധക്കാരന്റെ ഉപമ പറഞ്ഞ ഉടനെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ആളുകൾ വീട്ടിലേക്ക് പോയി. കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്ന ആളുകളും വീട്ടിലേക്ക് പോയി. ഈ കൂടത്ത് നടക്കുന്ന അപ്പസ്തോലന്മാർക്ക് ഒരു ആഗ്രഹമുണ്ട്. ഈശോ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്തിനാണ് ഈശോ ഈ ഉപമ പറഞ്ഞത്? ഇവർക്ക് ദാഹമുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുക്കുന്നുവോ അതിനനുസരിച്ച് ദൈവവചനത്തിന് നമ്മുടെ ഉള്ളിൽ അത്ഭുതകരമായ അഭിഷേകം നടക്കാനായിട്ട് കഴിയും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ദാഹം, ദൈവാനുഗ്രഹത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ബൈബിളിലെ ഓരോ വചനവും നമ്മുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഉള്ളില് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇന്ന് തലേ ദിവസം കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു, പിറ്റേ ദിവസം ആളുകൾ യേശുവിനെ തേടി വന്നിരിക്കുകയാണ്, ഇന്നും അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ ഈ ഈശോയുടെ കൂട്ടത്തിലുള്ള അപ്പസ്തോലന്മാർക്ക് അവർക്കൊരു ദാഹമുണ്ട്. അവർക്ക് രക്ഷ പ്രാപിക്കാൻ അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാനുള്ള ദാഹം. ഈ ദാഹം അവരുടെ ഉള്ളില് ഈ ദൈവവചനത്തോടുള്ള ദാഹമായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിക്കാം. ഈ ഉപമയുടെ അർത്ഥം എന്തെന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവർ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ഉപമ യഥാർത്ഥത്തില് ആർക്ക് വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്? ഈശോയെ അനുഗമിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഈശോയുടെ അപ്പസ്തോലന്മാർക്ക് വേണ്ടിയാണ് ഈ ഉപമ പറഞ്ഞത്. മറ്റുള്ളവർക്ക് എന്താണ് ഈ ഉപമ പറഞ്ഞത്? അവർ വിശ്വസിക്കത്തില്ല. അവർ കണ്ടാലും കേട്ടാലും ഒന്നും വിശ്വസിക്കത്തില്ല. കാരണം എന്താ? അവരുടെ ഹൃദയം കഠിനമാണ്. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ദാഹവും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള അഭിഷേകവും നിറയുമ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. ദൈവം എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. ദൈവം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. വീണ്ടും പറയാണ്, ഉപമ ഇതാണ്, വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രമിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് ഈ വഴിയരികിൽ വീണ വ്യക്തി. ഹല്ലേലൂയ. ഈ നമ്മൾ ചില സ്ഥലങ്ങളിലൂടെ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ ഇത് കൃഷിയില്ല. കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ ഈ മനുഷ്യര് നടന്ന് ആ സ്ഥലങ്ങൾക്കൊക്കെ വളരെയധികം ഉറപ്പായിട്ട്, ആ സ്ഥലങ്ങൾ വളരെ ഉറപ്പായിട്ട്. അപ്പോൾ അവിടെ വിത്ത് വിതച്ചാൽ എന്താണ്? അവിടെ വിത്ത് വിതച്ചാൽ ഇത് അവിടെ തന്നെ കിടക്കും. ആ സമയത്ത് എന്താണ്? കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പക്ഷികള് ഇത് എടുത്തോണ്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയാണ്, ഈ ചിലരുടെ ഹൃദയം മുഴുവൻ കഠിനമാണ്. ചിലരുടെ ജീവിതത്തില് ചിലര് ഈ കഠിന ഹൃദയരാണ്. വചനത്തിന്റെ ഒന്നാമത്തെ ശത്രു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത വിധമുള്ള ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. വചനത്തിന്റെ ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ഹല്ലേലൂയ. എന്താ ഇങ്ങനെ പറയാൻ കാരണം? അതായത് ഈ ചില വ്യക്തികളുടെ ഉള്ളിൽ, അതായത് അവരുടെ ഹൃദയം കഠിനമായാൽ ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. ഹൃദയം കഠിനമാക്കി വെക്കുന്നവരുണ്ട്. ജീവിതത്തിൽ എത്ര തകർന്നാലും സ്വന്തം പാപത്തിൽ തിരിച്ചു വരാത്തവരുണ്ട്. എത്രമാത്രം നശിച്ചാലും പശ്ചാത്തപിക്കാത്തവരുണ്ട്. ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹമില്ലാത്തവരുണ്ട്. രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവരുണ്ട്. സ്വയം നശിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ആളുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഫരിസേയരെ നിയമജ്ഞരെ ഈശോ അവരെ വിമർശിക്കാൻ കാരണം അവരുടെ ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയം കല്ലാണ്. മർക്കോസിന്റെ സുവിശേഷം അത് തന്നെ നമ്മൾ വായിച്ചത്. അവർ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹമില്ലാത്തവര്, മാനസാന്തരമില്ലാത്തവര്, തെറ്റിനെ ന്യായീകരിക്കുന്നവര്, അഹങ്കാരമുള്ളവര്, വിശ്വാസം നഷ്ടപ്പെട്ടവര്, ഇവരെല്ലാം കഠിന ഹൃദയരാണ്. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തില് ദൈവത്തിന് ഇടപെടാൻ പറ്റിയത്. ചില തെറ്റുകൾക്കകത്ത് ജീവിച്ചിട്ട് ഒരിക്കലും അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തവരുണ്ട്. ജീവിതത്തില് ഇനി മദ്യപിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാര് അല്ലെങ്കിൽ കുടുംബം മുഴുവൻ തകർന്ന് ഒന്നുമില്ലാതെ ആള് മരിക്കുമെന്ന് ഉറപ്പായെങ്കിൽ പോലും മദ്യപാനം ഉപേക്ഷിക്കാൻ പറ്റാത്തവരുണ്ട്. ചില ബന്ധങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ട്. ചില തെറ്റായ ബന്ധങ്ങൾ, കുടുംബം നശിക്കുവാണെങ്കിലും ആ വ്യക്തി നശിക്കുവാണെങ്കിലും ജീവിതത്തില് മാറ്റം വരുത്താൻ ആഗ്രഹമില്ലാത്തവര്, പാപത്തിൽ തന്നെ തുടരാൻ, പാപത്തിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം, യെശയ്യാ 6:9.
അവിടുന്ന് യെശയ്യായോട് അരുളി ചെയ്തു, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ചിലർക്ക് മാനസാന്തരപ്പെടാൻ പറ്റാത്ത വിധം ഹൃദയം അടച്ചു നിൽക്കുന്നവരുണ്ട്. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തെ അംഗീകരിക്കുകയോ അവിടത്തേക്ക് നന്ദി പറയുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് ഒരു മാനസാന്തരം ഇല്ലാതെ ജീവിക്കുന്ന മേഖലയുണ്ട്. കഠിനമാക്കി വെച്ചിരിക്കുക, കഠിന ഹൃദയമാണ്. അങ്ങനെയുള്ളവര് ചിലപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകും, പക്ഷേ അവരുടെ ജീവിതത്തിൽ ഉള്ളിൽ ഒരു അല്പം പോലും വിശ്വാസമില്ല, അല്പം പോലും രക്ഷപ്പെടണമെന്നൊരു ദാഹമില്ല. വർഷങ്ങളായിട്ട് തന്നെ ഒരു കുമ്പസാരിക്കുന്നില്ല. ചിലപ്പോൾ പള്ളിയിലെ പല കാര്യങ്ങളും ചെയ്യുമായിരിക്കും, പക്ഷെ ജീവിതത്തിൽ യഥാർത്ഥം അനുതാപമില്ലാതെ പാപത്തിൽ തുടരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്നാപക യോഹന്നാൻ, ഹെരോദേസ് ജീവിതത്തില് ഈ സ്നാപക യോഹന്നാനെ കാരാഗൃഹത്തിൽ ഇടാൻ കാരണം, ഈ സ്നാപക യോഹന്നാൻ ഹെരോദേസും ഹെരോദിയായും തമ്മിലുള്ള ബന്ധത്തെ എതിർത്തു. രണ്ടുപേർക്ക് പ്രത്യേകത. ഒന്ന്, ഹെരോദിയായ്ക്ക് ഒരു ആദ്യത്തെ ഭർത്താവുണ്ട്, ഹെരോദേസിന് വേറൊരു ഭാര്യയുണ്ട്. ഇത് രണ്ടും മാറ്റി വെച്ചിട്ടാണ് ഹെരോദിയ തന്റെ ഭർത്താവിനെ മാറ്റി നിർത്തിയിട്ടാണ് ഈ ഹെരോദേസിനെ സ്നേഹിച്ചത്. ഹെരോദേസ് ഈ ആദ്യത്തെ ഭാര്യയെ മാറ്റി നിർത്തിയിട്ടാണ് ഫിലിപ്പിന്റെ ഭാര്യയായ ഈ ഹെരോദിയായെ സ്നേഹിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ബന്ധം ആരംഭിച്ചു. സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഈ ബന്ധം ശരിയല്ല, ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. ഉടനെ തന്നെ ഹെരോദേസ് ചെയ്ത എന്താണ്? അവനെ പിടിച്ച് കാരാഗൃഹത്തിൽ കൊണ്ടുപോയിട്ടു. കാരാഗൃഹത്തിൽ കൊണ്ടുപോയിടുന്നത് ഈ തെറ്റ് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ചെയ്തതാണ്. സ്നാപക യോഹന്നാൻ പറഞ്ഞ വാക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്, സ്നാപക യോഹന്നാൻ പറഞ്ഞ വാക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. സ്നാപക യോഹന്നാനെ കാരാഗൃഹത്തിൽ ഇട്ടാൽ എല്ലാ പ്രശ്നവും തീരില്ല. അപ്പനും അമ്മയും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എല്ലാ പ്രശ്നവും തീരുമല്ലോ. ഇങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത് ഹൃദയം അന്ധമായതിന്റെ അടയാളമാണ്. ഹല്ലേലൂയ എന്ന് പറയുന്നത് ഈ കാരാഗൃഹത്തിൽ വെച്ച് ഈ സ്നാപക യോഹന്നാൻ ഹെരോദേസിനോട് കുറെ വാക്കുകൾ പറയും. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് സ്നാപക യോഹന്നാൻ പറയുന്ന വാക്കുകൾ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഹെരോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോയി. ഒരു കാര്യം ഹെരോദേസിന് അറിയാം, സ്നാപക യോഹന്നാൻ ആരാണ്? വിശുദ്ധനാണ്, നീതിമാനാണ്, പറയുന്നൊക്കെ ശരിയാണെന്ന് അറിയാം, അല്ലെ? അങ്ങനെയല്ലേ? നീതിമാനാണ്, വിശുദ്ധനാണ്, പറയുന്നതൊക്കെ ശരിയാണ്, തന്റെ തെറ്റാണ് ചൂണ്ടിക്കാണിക്കുന്നത് അറിയാം. പക്ഷെ ഒറ്റ കാര്യം, അവനെ അതായത് നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെരോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകി. അവന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹല്ലേലൂയ. അസ്വസ്ഥനാക്കാൻ കാരണം എന്താണ്? ഈ തെറ്റിനെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ കേൾക്കുന്നതെല്ലാം അവനെതിരായിട്ടുള്ളതാണ്, ഹെരോദേസിന്റെ പ്രവൃത്തിക്ക് എതിരായിട്ടുള്ളതാണ്. പക്ഷെ ഇതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷെ മാനസാന്തരം ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ഏത് മാരകഭാവാവസ്ഥയിൽ സന്തോഷത്തോടെ വചനം കേൾക്കും, പക്ഷെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹമില്ലെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഹെരോദേസിന്റെ അവസ്ഥ തന്നെയാണ്. വചനമൊക്കെ കേൾക്കുമ്പോൾ ഇത് ശരിയാണ്, വചനം ശരിയാണ്, ബൈബിൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ താല്പര്യമില്ല. എനിക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഈ പാപത്തിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് ഹെരോദേസ് സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരുത്താൻ ആഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ. ഈശോ ഫരിസേയരെ നോക്കി നിങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ അന്ധരായ മാർഗദർശികളെ എന്നൊക്കെ വിളിച്ച് ഫരിസേയരെ നിയമത്തിനെ കളിയാക്കിയിരുന്നു. ബാഹ്യമായിട്ട് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നല്ലവരാണ്, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ
സകലവിധ തിന്മകളും നിറഞ്ഞിരിക്കുന്നുവെന്ന് നിയമജനെ പരിസേനെ നോക്കി പറഞ്ഞിരുന്നുവെങ്കിലും അവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. ചില മക്കളെയൊക്കെ മാതാപിതാക്കന്മാര് ഉപദേശിച്ചു കഴിയുമ്പോൾ മക്കള് മനസ്സിലെടുക്കുന്ന അമ്മ എത്ര പറഞ്ഞാലും അപ്പൻ എത്ര പറഞ്ഞാലും ഞാൻ അവനെ കെട്ടുകൊള്ളൂ, അവളെ കെട്ടുകൊള്ളൂ, ഞാൻ പള്ളിയിൽ പോകത്തില്ല, എനിക്ക് കുമ്പസാരം വേണ്ട. ഇതിന്റെ കാരണം എന്താ? അവരുടെ ഹൃദയം കഠിനമായതുകൊണ്ട്. ഹല്ലേലൂയ, ഇത് പറഞ്ഞ ഹല്ലേലൂയ. ചില സമയത്ത് പറയും ഇങ്ങനെയുള്ള പാപത്തെ ജീവിക്കരുത്. ഭർത്താവിന്റെ മൊബൈൽ ഫോണില് ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടുപിടിച്ചു, മറ്റു സ്ത്രീയുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിച്ചെങ്കിലും ഉടനെ ചെയ്യുന്ന പിന്നെ ഭാര്യ ഉപദ്രവിക്കുകയാണ്. അവളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അല്ലെങ്കിൽ ഭർത്താവിന്റെ ജീവിതത്തില് ചില കാര്യങ്ങൾ ഭാര്യ കണ്ടുപിടിച്ചു, ഉടനെ ചിന്തിക്കുന്നതാണ്, അവളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരും. ഹൃദയകാഠിന്യമുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരുത്തിയില്ല. പക്ഷെ അവർ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കും. ഹല്ലേലൂയ, ഇത് പറഞ്ഞ ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഈ കഠിന ഹൃദയമാക്കി വെക്കുന്ന മേഖലയാണ്. ഈ കഠിന ഹൃദയമുള്ളവർക്ക് ജീവിതത്തിൽ വചനത്തിലൂടെ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ഇതാണ് പറഞ്ഞത്, ഇവര് കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഇങ്ങനെ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നതിന് അസാധ്യമാകുമാറ് അവരുടെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. കഠിന ഹൃദയം നമ്മുടെ ജീവിതത്തില് കഠിന ഹൃദയം വന്നു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്കോ ആത്മീയ ശുശ്രൂഷകൾക്കോ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ആത്മശോധന ചെയ്യണം. എന്റെ ഹൃദയം കഠിന ഹൃദയമാണ്, ജീവിതത്തിൽ മാറ്റം വരുത്താത്തൊരവസ്ഥയാണ്, തെറ്റിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ്, ഒരിക്കലും നേരെയാകാനായിട്ട് ആഗ്രഹമില്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവവചനത്തിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല. അടുത്തവരോട് പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം. ചിലർ വചനം ശ്രമിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം വിശ്വസിച്ചാൽ എന്താണ്? വിശ്വസിച്ചാൽ രക്ഷപ്പെടും. അതാണ് ഇരിക്കുന്നത്. ചിലർ വചനം ശ്രമിച്ചുവെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച്, നമ്മുടെ ഉള്ളില് പിശാച് പ്രവർത്തിക്കും. നീ മാനസാന്തരപ്പെടണ്ട, നീ ഇനി രക്ഷപ്പെടുകയല്ല. അതാണ് യൂദാസിന്റെ ഉള്ളിൽ പിശാച് കയറി കഴിഞ്ഞപ്പോൾ യൂദാസിനോട് മനസ്സിൽ പറഞ്ഞിരുന്ന കാര്യമാണ്, നിനക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയല്ല, നീ ഈശോയെ ഒറ്റിക്കൊടുത്ത ആളാണ്, നിനക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയല്ല. അതിന്റെ അർത്ഥം അവന്റെ ഹൃദയം അടച്ചു കളഞ്ഞു. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാച് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് ഒരിക്കലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുക, ഒരിക്കലും മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും പാപത്തിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും ഒരു പുതിയ വ്യക്തിയാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ കഠിന ഹൃദയത്തിന്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്കൽ പ്രവാചകന്റെ പുസ്തകം 36:25 എന്താണ്? ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്താണ് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം വച്ചുപിടിപ്പിക്കും. അപ്പൊ നമുക്ക് എന്താ, ഏത് ഹൃദയമാണ് വേണ്ടത്? ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം വച്ചുപിടിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ശിലാഹൃദയം ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കും. കർത്താവേ, എന്റെ ഹൃദയം എന്താണ്? ശിലാഹൃദയം ഒരു കല്ല് പോലത്തെ ആണെങ്കിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കുന്നു, ആഗ്രഹിക്കുന്നു, എനിക്കൊരു പുതിയ ഹൃദയത്തിന് വേണ്ടി, മാംസള ഹൃദയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വചനം കേട്ട് കഴിയുമ്പോൾ കരയും, പുതിയ വ്യക്തിയായി ഉടനെ കുമ്പസാരിക്കും, രക്ഷപ്പെടാൻ ആഗ്രഹിക്കും. അതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തില് അപ്പസ്തോലന്മാര് വചനം പ്രസംഗിച്ചപ്പോൾ, പത്രോസ് വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ വചനം കേട്ടിരുന്ന ആളുകള് ഹൃദയം നുറുങ്ങി. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലല്ലോ ജീവിച്ചത്, ഞങ്ങളുടെ പാപത്തിലാണല്ലോ ജീവിച്ചത് എന്നോർത്ത് അവരുടെ ഹൃദയം നുറുങ്ങി. ഹൃദയം നുറുങ്ങിയാൽ എന്താ പ്രത്യേകത? സങ്കീർത്തനം 34:17 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ്, നിങ്ങൾ വചനം കേട്ട് കഴിയുമ്പോൾ ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പാപത്തിലാണല്ലോ ജീവിച്ചത്, എന്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടല്ലോ, എന്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ തകർന്നല്ലോ, ഞാനൊരു വലിയ സ്വാർത്ഥനാണല്ലോ, അഹങ്കാരിയാണല്ലോ എന്ന് എഴുന്നപ്പെട്ട് ഹൃദയം നുറങ്ങി കഴിയുമ്പോൾ എന്താണ്? നിങ്ങളുടെ അടുത്ത് തന്നെ ആരുണ്ടാവും? ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ്, ഈ വചനം ഇടത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞേ, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ശിലാഹൃദയമാണെങ്കിൽ നമ്മുടെ ഹൃദയം മാംസളമായ ഹൃദയമായി തീരും. അതിനുവേണ്ടി നമ്മൾ എളിമപ്പെടണം. എളിമയുടെ അടയാളമാണ്
എളിമയുള്ളതാണ് നമ്മുടെ ഈ ഹൃദയം മാംസളമായി തീർന്നതിന്റെ ഏറ്റവും വലിയ അടയാളം. ഹല്ലേലൂയ. വീണ്ടും ആ വചനം നമുക്ക് വായിക്കും. അതായത് ലൂക്കായുടെ സുവിശേഷം 8:12. ചിലർ പതനം ശ്രമിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വ്യക്തി. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് നല്ല ധ്യാനമൊക്കെ കൂടി പുതിയ വ്യക്തിയാകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പ്രശ്നം വന്നാൽ വീണു പോകുന്നവർ, ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ തളർന്നു പോകുന്നവർ. ഇത് ഈ വിശ്വാസ ജീവിതത്തിലെ വചനത്തിന്റെ രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഒന്നാമത്തെ ശത്രു ആരാണ്? രണ്ടാമത്തെ ശത്രു ആരാണ്? നമ്മുടെ ശരീരം. ഹല്ലേലൂയ. സഹിക്കാൻ, നമ്മുടെ ശരീരത്തെ സഹിക്കാൻ ഇഷ്ടമാണോ? രോഗങ്ങൾ വഹിക്കാൻ ഇഷ്ടമാണോ? സഹനത്തെ സ്വീകരിക്കാനായിട്ട് ഇഷ്ടമാണോ? ഇല്ല. അതുകൊണ്ടാണ് വചനത്തിന്റെ രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ശരീരമാണ്. ശാരീരികമായിട്ട് രോഗം വന്നാൽ, അസ്വസ്ഥതകൾ ഉണ്ടായാൽ, വ്യക്തി ജീവിതം നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ തീരുമാനിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് എന്തായി. ഈ പാറപ്പുറത്ത് വീണ വിത്തുകൾക്ക് എന്താ പ്രത്യേകത? ഏറ്റവും ആദ്യം മുളച്ചു പോകുന്നത് പാറപ്പുറത്ത് വീണ വിത്താണ്. ഹല്ലേലൂയ. വെറും പാറയല്ല, പാറയുടെ പുറത്ത് അല്പം മണ്ണൊക്കെ ഉള്ള സ്ഥലം. അത് നല്ല നിലത്ത് വീണ വിത്തിനേക്കാളും ആദ്യം മുളച്ചു പോകും. പക്ഷെ ഒരു പ്രത്യേകതയാണ്, കുറച്ചു കഴിഞ്ഞ് നന്നായിട്ട് വെയിലടിക്കാൻ തുടങ്ങുമ്പോൾ അത് പാടിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾ അങ്ങനെയാണ്, നല്ല തീഷ്ണമതികളാണ്. ഞാൻ പലപ്പോഴും ധ്യാനം കൂടിയ ആൾക്കാരെ പിന്നീട് കാണും. ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവരുടെ തീഷ്ണത കൊണ്ട് ഞാൻ ഞെട്ടിപ്പോകും. കർത്താവ് ഈ മുതൽ മിക്കവാറും അവരായിരിക്കും വചന പ്രഘോഷണം നടത്തുന്നത്. നല്ല തീഷ്ണമതികളാണ്. കുറച്ചു നാൾ കഴിയുമ്പോൾ പിന്നെ അവർക്ക് പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് വീഴാൻ കാരണം? അവരുടെ ജീവിതത്തിൽ രോഗങ്ങള്, അസ്വസ്ഥതകള്, പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അവർ വീട് പോകും. പലപ്പോഴും ഇങ്ങനെ പലരും ചോദിക്കുന്ന കാര്യം, അച്ഛാ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഞങ്ങൾക്കൊന്നും കിട്ടാത്തത്? ഒരു പ്രാർത്ഥനയില്ലാത്ത അയൽവക്കത്തുള്ളവർക്കെല്ലാം കിട്ടുന്നു. ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾ പാറപ്പുറത്ത് വീണുകൊടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് രക്തക്കണ്ണീർ ജപമാലയിൽ പങ്കെടുത്തച്ച, അല്ലെങ്കിൽ 7 ബുധനാഴ്ച പങ്കെടുത്തച്ച, അല്ലെങ്കിൽ 2 ധ്യാനം കൂടി അച്ഛ, വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്, എന്നിട്ടും വീട്ടിലെ രോഗം മാറുന്നില്ല അച്ഛ, ഇനി എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നു? ഇതൊന്നും പ്രാർത്ഥിക്കാത്ത, പള്ളി പോകാത്ത, വിശ്വാസമില്ലാത്ത അയൽവക്കത്തെ ആളുകൾക്കല്ല. അവർക്ക് രോഗങ്ങളില്ല, അവർക്ക് പ്രശ്നങ്ങളില്ല, അവർക്ക് അസ്വസ്ഥതകളില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്? പ്രാർത്ഥിക്കുന്നതാണോ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണോ? പ്രാർത്ഥിക്കാതിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും പറയും, ഇനി ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ പാറപ്പുറത്ത് വീണ് നിർത്താം. ഹല്ലേലൂയ. ഒരു ചെറിയ ശരീരത്തിനൊരു സഹനം ഉണ്ടായാൽ, ഞാൻ അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു രോഗം വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രോഗം വന്നു, അല്ലെങ്കിൽ വീട്ടിൽ ചില കടബാധ്യതകൾ വന്നു, മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, തീരുമാനമെടുക്കുകയാണ്, ഇനി പ്രാർത്ഥന നിർത്തി, ഇനി വിശ്വാസമൊക്കെ നിർത്തി, പള്ളിപ്പോക്ക് നിർത്തി, ഞാനൊരു തീരുമാനം എടുത്തു വെച്ചാൽ ഇനി പള്ളി പോകുന്നില്ല, ദൈവത്തെ നമ്മൾ വെല്ലുവിളിക്കാൻ തുടങ്ങുകയാണ്, ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ദൈവം കാണിച്ചു തരട്ടെ. ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ യഥാർത്ഥത്തിൽ പാറപ്പുറത്ത് വീണ വിത്താണ്. ഹല്ലേലൂയ. വിശ്വാസത്തെ കർത്താവ് പരിശോധിക്കുന്നത് ശാരീരിക പീഡകളിലൂടെ തന്നെയാണ്, പ്രതിസന്ധികളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ക്ലേശങ്ങളും പീഡനങ്ങളും ശരീരത്തിന് ഇഷ്ടമല്ല. ശരീരത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ക്ലേശങ്ങളിൽ പോലും പലരും വീണുപോകും. ഹല്ലേലൂയ. അപ്പസ്തോലന്മാരുടെ ജീവിതത്തില് അപ്പസ്തോലന്മാർ ഈ താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുന്ന സമയത്ത് ഈ മോശയും ഏലിയായി പ്രത്യക്ഷപ്പെട്ടു. ഉടനെ തന്നെ ശിമയോൻ പത്രോസിനെ കുറിച്ച് പറയുന്നത് 3 പേരുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 3 പേര് ഈ രംഗം കണ്ട സമയത്ത് അവർക്ക് നല്ല ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിന് തളർച്ചയുണ്ട്. പക്ഷെ എല്ലാവരും നല്ല ഉണർവോടുകൂടി ഉടനെ പത്രോസ് ഒരു കാര്യം പറയാണ്, നീ പറയുവാണെങ്കിൽ ഇപ്പൊ തന്നെ എന്തുണ്ടാക്കി തരാം? 3 കൂടാരങ്ങൾ ഉണ്ടാക്കി തരാം. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്ക്, പിന്നെ എന്താണ്, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഏലിയാക്ക്. നല്ല ധൈര്യമാണ്. ഇത് ശിമയോൻ പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും ശിമയോൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഈ ഗത്സമൻ തോട്ടത്തിൽ ഈശോ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഈ അടുത്ത് വന്നിരിക്കണം, എനിക്ക് വളരെ വിഷമത്തിലൂടെ കടന്നു പോവാണ്, വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരവിടെ ഇരുത്തിയിട്ട് ഈ ഈശോ ഇങ്ങനെ വളരെ തീവ്ര വേദനയോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, എല്ലാവരും കൂർക്കം വലിക്കുക. കാരണം എന്താണ്,
പക്ഷേ ഈ താബോർ മലയിൽ വെച്ച് ഈശോയുടെ വസ്ത്രമൊക്കെ എന്താണ് ഈ മഞ്ഞ് പോലെ ധവളമായി ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി കഴിഞ്ഞപ്പോ അവിടെ നിൽക്കാനായിട്ട് നല്ല സുഖമാണ്. അങ്ങനെയുള്ള സ്ഥലത്തിരിക്കാൻ നല്ല സന്തോഷമാണ്. എന്നാൽ ഈ സഹനത്തിന്റെ താബോർ മല കഴിഞ്ഞ് ഗെത്സമൻ തോട്ടത്തില് ഈശോ ചോര വേർത്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വേർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അത് ക്ഷീണമാണ്, അവിടെ അസ്വസ്ഥതയാണ്. അപ്പം വർദ്ധിപ്പിച്ച് ഈശോ ജലത്തിന് മീതെ നടന്നു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ സമയത്ത് ഈശോ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ജനങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ്? ഉടനെ പത്രോസ് പറഞ്ഞു, നീ യെർമിയാണെന്ന് പറയുന്നു, ഏലിയാണെന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നു. ഉടനെ അപ്പസ്തോലന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എല്ലാ അപ്പസ്തോലന്മാരും ബാക്കി 11 പേര് ഒരു പക്ഷെ കൈയടിച്ചിട്ടുണ്ടായിരിക്കും. എന്ന ധൈര്യമാണ് ശിമോൻ പത്രോസ്, നല്ല ധൈര്യമാണ്. പറയാൻ കാരണം എന്താണ്? ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, 5 അപ്പം 5000 പേർക്ക് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുവാണ്. എല്ലാവർക്കും വിളമ്പുന്നത് ആരാണ്? ഈശോയാണോ അപ്പസ്തോലന്മാരാണോ? അപ്പസ്തോലന്മാർ വിളമ്പി മിച്ച 12 കൊട്ട നിറയെ കണ്ടു. പിറ്റേ ദിവസം കടലിന് മീതെ ഈശോ നടന്നു വരുന്നു. ഇതെല്ലാം കണ്ടിട്ട് അവർ മനസ്സിൽ ഉറപ്പിച്ചു, ഒരു സത്യമായിട്ട് ദൈവപുത്രനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ വിചാരണ ചെയ്യുന്ന സമയത്ത്, ഈശോ ഇങ്ങനെ ആ വിധിയുടെ സമയത്ത് നിൽക്കുന്ന സമയത്ത് ഈ ശിമയോൻ പത്രോസ് കുളിരായതുകൊണ്ട് ഈ തീക്കൂനയുടെ അടുക്കലേക്ക് വന്നിരുന്ന അവിടെ നിന്ന് ചൂട് കൊണ്ട് തണുപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഒരു സാധു സ്ത്രീ, ഒരു പാചകക്കാരി വന്ന് ചോദിച്ചു, നീയും അവന്റെ കൂടെ ഇല്ലേ? ഉടനെ എന്താ പറയുന്നത്? ഞാൻ അവനെ അറിയില്ല. ഹല്ലേലൂയ. എന്താ കാരണം? എന്താണ്? അവിടെ നേരത്തെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല, ഇവിടെ സഹനമാണ്. ഇവിടെ നിന്ന് മൊത്തം സഹനമാണ്. ഇത് വലിയ ഈശോയുടെ അടുത്ത് നിന്ന് എല്ലാവരും ഒറ്റപ്പെട്ട സമയമാണ്. ഈശോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു വ്യക്തിയെ പരിശോധിക്കുന്നത് സഹനത്തിന്റെ സമയത്താണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒത്തിരി സഹനങ്ങളുണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ ഭാഗത്തുള്ള സഹനങ്ങളുണ്ട്. ജീവിതത്തിലെ രോഗം മൂലമുള്ള സഹനങ്ങളുണ്ട്. കടബാധ്യതകൾ മൂലമുള്ള സഹനമുണ്ട്. ആ സമയത്തും നിങ്ങൾ ദൈവത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ശിഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, സഹനം ഉണ്ടായി, രോഗം ഉണ്ടായി, പ്രാർത്ഥന നിർത്തി, വിശ്വാസം നിർത്തി, പള്ളിപ്പോക്ക് നിർത്തി എന്നൊരു മനോഭാവത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരാണ്. നമ്മൾ പരിശോധിക്കണം നമ്മുടെ വിശ്വാസം. ഈ പാറപ്പുറത്ത് ഒരു വചനം കേട്ടു, അല്ലെങ്കിൽ ഒരു ആദ്യവെള്ളിയാഴ്ച ശുശ്രൂഷയെ സംബന്ധിച്ചു, നല്ല തീഷ്ണതയോടെ പോകുന്നത്. എന്നാൽ വീട്ടിൽ ചെന്ന് അല്പം പ്രശ്നമുണ്ടായി, ജീവിത പങ്കാളി നിങ്ങളൊരു വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിൽ അപ്പനും അമ്മയും ചില കാര്യങ്ങൾ ദേഷ്യപ്പെട്ടു, ചില പ്രശ്നങ്ങളുണ്ടായി, അസ്വസ്ഥതകളുണ്ടായി, ഉടനെ തന്നെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി എന്ന് ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾ പാറപ്പുറത്ത് വീഴും. ഹല്ലേലൂയ. ഉറപ്പില്ലാത്തവരാണ്. വളരെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ ശത്രു എന്ന് പറയുന്നത്, ഒന്നാമത്തെ ശത്രു ഏതാണ്? രണ്ടാമത്തെ ശത്രു ഏതാണ്? ശരീരം. മൂന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് ലോകമാണ്, ലോകാരൂപിയാണ്. മൂന്നാമത്തെ വചനത്തിന്റെ ശത്രു എന്ന് പറയുന്നത് ലോകാരൂപിയാണ്. വ്യഗ്രത, ആകർഷണം, ആസക്തികൾ, ഇതെല്ലാം ലോകത്തിൻ്റെതാണ്. ഇങ്ങനെയുള്ള ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ആ ലോകത്തെ കൂടുതലായിട്ട് സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവവചനം കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അസ്വസ്ഥതകളാണ്. ഈശോ മർത്തായുടെ മറിയത്തിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ പല കാര്യങ്ങളെ കുറിച്ചും ആരാണ് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്? മർത്ത. പലതിനെ കുറിച്ച് ഉത്കണ്ഠയും ആകുലതയും നിറഞ്ഞിരിക്കുന്നവളാണ്. അങ്ങനെയുള്ള മർത്തായുടെ ഉള്ളിലേക്ക് ഒരു വചനം പോലും കടന്നു വരുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വചനം കയറുവോ? സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണെങ്കിൽ വചനം കയറുവോ? നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം 1 പത്രോസ് 5:7 നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. മക്കളെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ട കൊച്ചിന് PR ശരിയാവോ, പേപ്പർ ശരിയാവോ, ജോലി കിട്ടുവോ, വിദേശത്ത് ശരിയാവോ, ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇതിനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ദൈവവചനം കയറിയല്ല. പ്രിയപ്പെട്ടവരെ, ഉത്കണ്ഠകളെല്ലാം ദൈവത്തിന് ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ ഇത് ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ ഇതെല്ലാം സമർപ്പിക്കുന്നു. എന്നെ അലട്ടുന്ന വിഷമങ്ങളെല്ലാം സമർപ്പിക്കുന്നു. എനിക്ക് ഒറ്റ കാര്യം കിട്ടിയാൽ മതി, ദൈവവചനം തന്നാൽ മതി, ദൈവവചനം നിറഞ്ഞാൽ മതി. ഹല്ലേലൂയ.
ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഉത്കണ്ഠകളും ആസക്തികളാൽ നിറഞ്ഞ ഹൃദയം ദൈവത്തെ സ്വന്തമാക്കുന്നത് തടസ്സമാണ്. പല ആസക്തികളും, മൊബൈൽ ഫോണില് ഈ റീൽസ് കണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഈ സിനിമകളെല്ലാം കണ്ട് നടക്കുക, സീരിയല് കണ്ട് നടക്കുക, ലോകത്തിന്റെ സകലമായ കാര്യങ്ങളും അറിയാം, ഒറ്റ വചനം അറിയത്തില്ല. അങ്ങനെ ഇനി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വളരെയധികം ബിസിയാണ്. ഇന്ന് ബിസിയാണ് എന്ന് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ വലിയൊരു ബന്ധനാവസ്ഥയിലാണ്. അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ ഓർത്തോളം നിങ്ങളുടെ ആത്മീയ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊന്തയെല്ലാം പോലും സമയമില്ല, പള്ളി പോകാനുള്ള സമയമില്ല, പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. ഈ ഒരു മനോഭാവത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു അപകടകരമായ അവസ്ഥയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആത്മീയ ജീവിതത്തിൽ വലിയൊരു അപകടകരമായ അവസ്ഥയാണ്. നിങ്ങൾക്ക് സമയമില്ല പ്രാർത്ഥിക്കാനായിട്ട്, പള്ളി പോകാനായിട്ട് സമയമില്ല. ഇത് പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വരാനായിട്ട്, പള്ളിയിൽ പോകാനായിട്ട്, ദൈവിക കാര്യങ്ങൾക്ക് ആരെയും കിട്ടുന്നില്ല. ചെറുപ്പക്കാരില്ല, സമയമില്ല ആർക്കും തന്നെ. അപ്പോൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം കടന്നു വരികയില്ല. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16 മുതലുള്ള തിരുവചനം. ലൂക്കാ 14:16 മുതൽ. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ വലിയ സത്യം ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സമയമായപ്പോൾ അവർ പ്രാർത്ഥനയയച്ചു ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു. വഴിയിൽ എല്ലാം തയ്യാറായിരുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ കുടിവെള്ളം പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അതുപോലെ കാണേണ്ടിയിരിക്കുന്നു. അതായത് ദൈവം ഒരു വിരുന്നൊരുക്കി, സ്വർഗരാജ്യത്തെ കുറിച്ച് പറയണം. വിരുന്നിന് സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് എന്താ? ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണാനായിട്ട്. ഞാൻ ബിസിയാണ്, പറ്റില്ല, എനിക്ക് കാണാനുണ്ട്. ഇങ്ങനെ അർത്ഥം എന്താണ്? എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി. അപ്പൊ അതിന്റെ മുഴുവൻ അവന്റെ മനസ്സിൽ മുഴുവൻ നിൽക്കുന്നത് എന്താണ്? കാളകളെ നോക്കി നിലം മുഴുവൻ ഉഴുക, ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. വയല് വാങ്ങിയവൻ എന്താണ്? അടുത്ത വർഷം ഇതിനെ ഇരട്ടി വിളവ് കിട്ടണം, അതിന് പൈസ മുഴുവൻ കിട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് ധ്യാനിക്കാനോ അങ്ങോട്ട് പോകാനോ ആയിട്ടോ സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്ത് അങ്ങനെയാണ്. ഈ പ്രായമായാലും 80 വയസ്സായാലും പലർക്കും ഈ ഇതിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് അച്ഛൻ സമയമായില്ല ചിന്തിക്കാൻ. ആള് മരിക്കാറായി, 80, 85, 90 വയസ്സായാലും സമയമായില്ല, ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ, മൊബൈൽ ഫോണും സിനിമയൊക്കെ കണ്ടൊക്കെ ജീവിക്കട്ടെ, കുറച്ചുകൂടെ സമയമാകുമ്പോഴത്തേക്കും പോകണം. കാരണം എന്താണ്? അവർക്ക് ജീവിതത്തിൽ ആത്മരക്ഷയെ കുറിച്ച് ചിന്തയില്ലാത്തവരായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അടുത്ത പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതൊരുവൻ വന്ന് പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെ, വികലാംഗരെ, കുരുടരെയും മുടന്തരെയും അവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴിയിലും ചെന്ന് എന്റെ വീട് നിറയുവോളം ആളുകളെ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഹല്ലേലൂയ. ദൈവം എല്ലാ കാലത്തും ചില വ്യക്തികളെ പ്രത്യേകമായിട്ട് വിളിക്കും, ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കും, ദൈവം പ്രത്യേക കൃപകൾ നൽകും. പക്ഷെ വിളി നൽകുമ്പോൾ അതിന് രണ്ടാമത്തെ മേഖലയാണ് വിളിയോട് നമ്മൾക്ക് ഉത്തരം കൊടുക്കുക, വിളിയോട് പ്രതികരിക്കുക, വിളിയോട് ഉത്തരം കൊടുക്കുക. ഇങ്ങനെ വിളി സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് ദൈവം ഇടപെടുകയില്ല അവരുടെ ജീവിതത്തിൽ. ചില വ്യക്തികളെ വലിയ സഹനങ്ങളിലൂടെ ആയിരിക്കും ദൈവം സ്വന്തമാക്കുന്നത്, വലിയ പ്രതിസന്ധിയിലൂടെ ആയിരിക്കും ദൈവം സ്വന്തമാക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നിങ്ങളെ സ്വന്തമാക്കുന്നത്, വലിയ കഷ്ടതയിലായിരിക്കും നിങ്ങളെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമുക്ക് മാനുഷികമായിട്ടൊന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചില പ്രശ്നങ്ങളിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇടപെടുന്നത്. നിങ്ങളുടെ അധികാരികൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴായിരിക്കും ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്. വലിയൊരു മരണത്തിന്റെ അവസ്ഥയിലായിരിക്കും, പ്രിയപ്പെട്ട ആള് മരിച്ചു പോയപ്പോഴായിരിക്കും ഈശോ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഈശോ ഇടപെടാൻ പോകുന്നത്. ഹല്ലേലൂയ,
ലാസർ രോഗബാധിതനായിരിക്കുമ്പോഴാണോ ഈശോ ലാസറിന്റെ വീട്ടിലേക്ക് വരുന്നത്? അല്ല, ലാസർ മരിച്ചു കഴിഞ്ഞാൽ വരുന്നത്. ദൈവത്തിന്റെ സമയമുണ്ട്. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമുണ്ട്. ചില രോഗാവസ്ഥയിലായിരിക്കും ദൈവം ഇടപെടുന്നത്, വലിയ കഷ്ടതയിലായിരിക്കും ദൈവം ഇടപെടുന്നത്, വലിയ ഞെരുക്കത്തിന്റെ സമയത്തായിരിക്കും ദൈവം ഇടപെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വിളിക്കുന്ന ഒരു സമയമുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ ഒരു കടമയാണ് ദൈവത്തിന്റെ വിളിയോട് പ്രത്യുത്തരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ വിളിയോട് വിശ്വസ്തത പുലർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. യൂദാസിനും വിളി കിട്ടിയ ആളാണ്. പക്ഷെ യൂദാസിന്റെ അവിശ്വസ്തതയാണ് യൂദാസിനെ തള്ളിക്കളയാനുള്ള കാരണം. സാംസന്റെ അവിശ്വസ്തതയാണ് സാംസനെ തള്ളിക്കളയാനുള്ള കാരണം. സാവൂളിന്റെ അവിശ്വസ്തതയാണ് സൗളിനെ തള്ളിക്കളയാനുള്ള കാരണം. ഹല്ലേലൂയ, എന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിന്റെ അരൂപി നമ്മളെ ഭരിച്ചു കഴിഞ്ഞാല് ദൈവവചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയില്ല. ഒത്തിരി ലോകത്തിന്റെ സിനിമകള്, ഈ ലോകത്തിന്റെ അറിവുകളും ലോകത്തിന്റെ സന്തോഷങ്ങളും ഒക്കെ നമ്മളെ ഇങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ആഴമായ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വീടുപോകും. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് കർത്താവേ, ഞങ്ങൾക്ക് ഈ 3 മേഖലകളെ, 3 ആത്മീയ ജീവിതത്തിന്റെ 3 ശത്രുക്കള്. ഒന്നാമത്തത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം നിറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. രണ്ടാമത്തത്, ആ വ്യക്തിയുടെ ശരീരം തന്നെയാണ് ഏറ്റവും വലിയ ശത്രു. മൂന്നാമത്തത്, ഈ ലോകമാണ് ശത്രു. ഈ 3 ശത്രുക്കളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവചനത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റിയല്ല. യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കാൻ പറ്റിയല്ല. യഥാർത്ഥ സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റിയല്ല. നമുക്ക് പ്രാർത്ഥിക്കണ്ടാവേ, വചനത്തിന് സാക്ഷിയായി തീരുവാൻ, വചനം അനുസരിച്ച് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം കടന്നു വരാൻ പറ്റാത്ത വിധമുള്ള 3 ശത്രുക്കൾ. ഒന്ന് പിശാച്, രണ്ടാമത്തത് ശരീരം, മൂന്നാമത്തത് ലോകം. ഒരു നല്ല ഹൃദയം രൂപപ്പെടുന്നത് വചനം കേട്ട് മാറ്റപ്പെടുന്നത്, വചനം കേട്ട് പുതിയ വ്യക്തിയായി തീരുമ്പോൾ ആണ് ഈ പുതിയ ഹൃദയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പഴയതും പുതിയതും, പഴയ ഹൃദയം എന്ന് പറയുന്നത് മോശമാണ്. പുതിയ ഹൃദയം എന്ന് പറയുന്നത് വചനം കേട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ പുതിയ വ്യക്തിയായി തീരും. ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്നവൻ വചനത്തിൽ പറയാൻ ക്രിസ്തുവിനായി 2 കൊരിന്തോസ് 5:17 ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗസ്തീനോസ് പഴയ ആള് ദൈവത്തെ അറിഞ്ഞ ഒരാളല്ല, പഴയ ആള് പാപത്തിൽ ജീവിച്ച ആളാണ്. എന്നാൽ യേശു അഗസ്തീനോസിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പുതിയ ആളായിട്ട് മാറി. ഹല്ലേലൂയ. അങ്ങനെയുള്ള അഗസ്തീനോസിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമാണ്, പുതിയൊരു അഭിഷേകം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തില് 4-ാമത്തെ അധ്യായത്തിൽ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്ത്, സമരിയാക്കാരി സ്ത്രീ ഈശോയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഈശോയോട് പറയുന്നത് എന്താണ്? നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. അതിന്റെ അവസ്ഥ എന്താണ്? ഏറ്റവും പാപം നിറഞ്ഞൊരു അവസ്ഥയിൽ ഈശോ അവളോട് സംസാരിക്കുമ്പോൾ അവൾ ഈശോയെ വിളിക്കുന്നത് എന്താ? നീ ഒരു യഹൂദനാണ്, നീ ഒരു യഹൂദനും ഞാനൊരു സമരിയാക്കാരി. ഹല്ലേലൂയ. വിഭാഗീയ ചിന്തയാണ് നമ്മുടെ ഇടയിലൊക്കെ, വിഭാഗീയ ചിന്തയുണ്ട്. അവരങ്ങനെ ചെറിയ ആൾക്കാർ, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ പണ്ട് പോലെ ദൈവത്തെ അറിഞ്ഞവരാണ്, ഇവർ ഈ അടുത്ത കാലത്ത് അറിഞ്ഞവരാണ്. വിഭാഗീയ ചിന്തയൊന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സമരിയാക്കാരി സ്ത്രീ ആദ്യം വചനം കേട്ട് കഴിയുമ്പോൾ എന്താ? ഈശോയെ വിളിക്കുന്ന എന്താണ്? നീ ഒരു യഹൂദൻ, ഞാൻ ഒരു സമരിയാക്കാരി, ഞങ്ങൾ നിങ്ങൾ തമ്മില് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ തമ്മില് ഒരു സ്നേഹം ഐക്യമൊന്നുമില്ല, അതുകൊണ്ട് നീ ഞങ്ങളോട് സംസാരിക്കും. പക്ഷെ ഈ സ്ത്രീ വചനം കേൾക്കാൻ തുടങ്ങി. അപ്പൊ ഇവളോട് കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവളോട് പറയാണ്, യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എന്നോട് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ആ സമയം മുതൽ ഈ സ്ത്രീക്ക് ഒരു ആഗ്രഹം, എനിക്കും ഏത് വെള്ളം വേണം? ജീവജലം വേണം. ഈശോ പറഞ്ഞ് ജീവജലം വേണം. അവള് പോരാകുന്ന കടലിലെ വെള്ളമല്ല അവൾക്ക് ആവശ്യം, അവൾക്ക് ജീവജലം ആവശ്യമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവൾക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് യഥാർത്ഥത്തിലെ ഫലം എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്താ? ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളാണ്, എല്ലാ തരത്തിലും പാപത്തിന് അടിമപ്പെട്ട ആളാണ്, വാ തുറന്ന ചീത്ത വിളിക്കുന്ന ആളാണ്, മറ്റുള്ളവരുടെ വെറുപ്പ് സൂക്ഷിക്കുന്നത്. എനിക്കൊന്ന് മാറണം അച്ഛാ, എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ഈശോ അവളോട് സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിച്ചവൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവരോട് ചോദിക്കുകയും അവൻ നിനക്ക്
ജീവജലം തരികയും ചെയ്യും. അവൾ പറഞ്ഞു, 11-ാമത്തെ വചനം, അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. ആദ്യം വിളിച്ചത് എന്താണ്? ആദ്യം വിളിച്ചത് നീ ഒരു യഹൂദനാണ് അല്ലെ, നീ ഒരു യഹൂദൻ, ഞാൻ സമരിയാക്കാരി. വചനം കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഇവള് പറയാണ്, പ്രഭോ, ബഹുമാനത്തോട് പറയാണ്, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും, പിന്നെ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഉടനെ തന്നെ ഈശോ പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഹല്ലേലൂയ. അതായത് ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. 19-ാമത്തെ തിരുവചനം, കർത്താവ് അവളോടൊരു കാര്യം പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിളിക്കുക. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, എന്താണ്? എനിക്ക് ഭർത്താവില്ല. ഈശോ അവളോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളതോ? അവളുടെ രഹസ്യ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് അറിയാം. ഉടനെ അവൾ ഈശോയെ വിളിക്കുന്ന പേരെന്താണ്? കർത്താവേ, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങൊരു പ്രവാചകനാണെന്ന് ഇതിനു മുമ്പ് വിളിച്ചെന്താണ്? പ്രഭോ. ഇപ്പൊ പറയുന്നത് എന്താണ്? അങ്ങനെ മാറിയത് എന്തുകൊണ്ടാണ്? അത് മാറാൻ കാരണം അവള് ഈശോയോട് സംസാരിച്ചതുകൊണ്ടും അവളുടെ ജീവിതത്തിൽ ഈശോ പറഞ്ഞ വചനം മാറ്റം എത്തിയതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആദ്യം വിളിച്ച എന്താണ്? നീ ഒരു യഹൂദനാണ്. രണ്ടാമത് എന്താണ്? നീ ഒരു പ്രഭുവാണ്. മൂന്നാമത്തെ എന്താണ്? നീ ഒരു പ്രവാചകനാണ്. സകല കാര്യങ്ങളും ഈശോയ്ക്ക് അറിയാം. അവളുടെ രഹസ്യ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് മനസ്സിലായെന്ന് അറിഞ്ഞ ഉടനെ അവൾ ഈശോ വിളിക്കുന്ന പേരെന്താണ്? നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഹല്ലേലൂയ. ആളാകെ മാറി. ഏറ്റവും അവസാനം എഴുതി വെച്ചിരിക്കുന്നത്, അവള് പിന്നീട് ആ കുടമെല്ലാം കൂടെ വെച്ച് നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു. ഹല്ലേലൂയ. നാലാമത് എന്താണ്? ക്രിസ്തു. ഉറക്കം എങ്ങനെയാണ്? യഹൂദൻ. രണ്ടാമത് എന്താണ്? പ്രഭു. മൂന്നാമത് എന്താണ്? പ്രവാചകൻ. നാലാമത് എന്താണ്? ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു വചന ശുശ്രൂഷ സംബന്ധിക്കേണ്ടത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ വ്യക്തിയാകാൻ ആഗ്രഹം ഉണ്ടാവും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധീകരണം സംഭവിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ പിശാച് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരുടെ മക്കളായി തീരണം? അബ്രാഹാമിന്റെ മക്കളായി തീരണം. അതുകൊണ്ടാണ് ഈ 18 വർഷത്തോളം പിശാച് കെട്ടിയിട്ടിരുന്ന സ്ത്രീയെ കുറിച്ച് ഈശോ പറയുന്നത് എന്താ? അവൾ അബ്രാഹത്തിന്റെ മകളാണ്. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. നമ്മളും തെരഞ്ഞെടുക്കപ്പെട്ടവരായി തീരുന്നത്, യേശു ക്രിസ്തുവിന്റെ സ്വന്തമായി തീരുന്നത്, പുതിയ വ്യക്തിയായി തീരുന്നത് വചനം കേട്ട് മാറ്റം വരുമ്പോഴാണ്. അതാണ് നല്ല നിലത്ത് വീഴുന്ന വിത്ത് എന്ന് പറയുന്നത്. അതായത് വചനം കേട്ട് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്ന, വചനം കേട്ട് പുതിയ വ്യക്തിയായി തീരുന്നതാണ്. എന്താണ് ഫലം? ഫലം എന്ന് പറയുന്നത്, ഒരു പാപി വചനം കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകേണ്ട ഫലം എന്താണ്? പാപി വചനം കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? അയാൾക്ക് മാനസാന്തരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ കാലത്ത് പാപപ്രവർത്തികൾ ചെയ്തിരുന്ന ഒരു വ്യക്തി വചനം കേട്ട് കഴിയുമ്പോൾ പുണ്യപ്രവർത്തി ചെയ്യാത്ത സക്കേവൂസ് പിടിച്ചു പറഞ്ഞിരുന്നത്, സക്കേവൂസ് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? സൽപ്രവർത്തികൾ ചെയ്യുന്ന ആളായിട്ട് മാറി. സ്വത്തിൽ പകുതി ആർക്കാണ്? ദരിദ്രർക്ക് മുഴുവൻ കൊടുക്കുന്ന ആളായിട്ട് മാറി. നന്മ പ്രവർത്തി ചെയ്യുന്ന ആളായിട്ട് മാറി. എന്താണ് നന്മ പ്രവർത്തി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്? വചനമാണ്. ഹല്ലേലൂയ. 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 വചനം കേട്ട് മാനസാന്തരപ്പെടണം. വചനം കേട്ട് പുതിയ വ്യക്തിയായിട്ട് മാറണം. വചനം കേട്ട് യേശുവിന് വേണ്ടി ജീവിക്കാൻ ആരംഭിക്കണം. ഇതാണ് നല്ല നിലത്ത് വീണ വിത്ത്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അച്ഛന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ആരും വഴിയരികിലെ വിത്തായി തീരരുത്. ഇവിടെ പറഞ്ഞത് പക്ഷികൾ കൊത്തതിന് ഇതിവിടെ നിങ്ങൾ കഴിഞ്ഞപ്പോഴെല്ലാം തീർന്നു. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ കേട്ടതൊക്കെ ശരി, ഇവിടുന്ന് കഴിഞ്ഞ ഉടനെ എല്ലാം തീർന്നു. പിന്നെ ബിസിനസ്, ലോകമായി, സിനിമയായി, പിന്നെ സ്പോർട്സായി, പല കാര്യങ്ങളുമായി. അല്ലെങ്കിൽ വേറെ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി കഴിയുമ്പോൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തീരുമാനം, വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ, വീട്ടിൽ അമ്മായിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, മക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വചനമില്ല. അല്ലെങ്കിൽ 2 സിനിമ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ആദ്യ വെള്ളിയാഴ്ച വചനമില്ല, പിന്നെ സിനിമയുടെ കാര്യങ്ങൾ. ഹല്ലേലൂയ. വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് വചനം കടന്നു വന്നതിന്റെ അടയാളമാണ്. നിങ്ങളുടെ വാക്കുകളില്, നിങ്ങളുടെ പെരുമാറ്റങ്ങളില്, സംസാരങ്ങളില്, നിങ്ങളുടെ ജീവിത ശൈലിയില്. കഴിഞ്ഞ കാലങ്ങളിൽ വെറുപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വചനം കേട്ട് കഴിയുമ്പോൾ ക്ഷമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം.
കഴിഞ്ഞ നാളുകളിൽ വളരെയധികം ആസക്തിക്ക് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. ഈ അടുത്ത നാളുകൾ എന്റെ ഇടയ്ക്കിലേക്ക് ഒരു സഹോദരി കാണാനായിട്ട് എന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ അപ്പച്ചന് വേണ്ടി അമ്മായിപ്പന് വേണ്ടി പ്രാർത്ഥിക്കും, 98-99 വയസ്സുണ്ട്. അദ്ദേഹം നല്ല, ഞാൻ ചോദിച്ചു എന്തിനാ മരിക്കാനാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല അച്ഛൻ, അച്ചാച്ചൻ ഇങ്ങനെ വേദന സഹിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. 98-99 വയസ്സുണ്ട്. ദേഹത്ത് മുഴുവൻ ഈ തൊലി പോലും ഇല്ല. ഞാൻ ഇങ്ങനെ ഈ ഇതിനകത്ത് മൊബൈൽ ഫോണിനകത്ത് കാണിച്ചു, അച്ഛാ അപ്പച്ചന്റെ സ്ഥിതി. അപ്പച്ചൻ സഹിക്കുന്ന, അപ്പച്ചൻ വിശുദ്ധനായ അപ്പച്ചനാണ് അച്ഛൻ. 10-80 വയസ്സ് വരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന അപ്പനാണ്. ഈ അപ്പൻ 99-ാമത്തെ വയസ്സിൽ ഇങ്ങനെ സഹിച്ചപ്പോൾ ഇങ്ങനെ സഹിച്ചിട്ട് ഈ അപ്പച്ചനെ കടക്കുന്ന കാണുമ്പോൾ ഒത്തിരി വേദനയാണ്. നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല, വേദനയാണ്. അപ്പൊ ഇങ്ങനെ സഹിക്കുന്ന ഒരു അപ്പനെ ശുശ്രൂഷിക്കുന്നത് ആണ് അപ്പനെ സഹിക്കുന്നതാണ് ഏറ്റവും വലിയ വേദന. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. ഇത്രയും നാളും പ്രാർത്ഥിച്ച് പറയണം, ഈ അപ്പൻ, എന്റെ അപ്പൻ അമ്മായിപ്പൻ എന്ന് പറയുന്നത് വിശുദ്ധനാണ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളാണ്, വിശുദ്ധിയെ ജീവിക്കുന്ന ആളാണ്, അത്രമാത്രം പ്രാർത്ഥനയുള്ള ആളാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഈ അപ്പന്, വിശുദ്ധനായ അപ്പനെ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് വേദനയാണ്. കാരണം സ്ത്രീ പറയാണ്, പക്ഷെ അത്രമാത്രം സഹിച്ചിട്ടാണ് ഈ അപ്പൻ അവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ കടക്കുന്നത് വിശുദ്ധ തന്നെയാണ്. നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരുക, ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരുക. നല്ല ഫലം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിൽ തന്നെയാണ്, നമ്മുടെ ജീവിത വിശുദ്ധിയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, വചനം കേട്ട് പുതിയ വ്യക്തിയായി തീരുന്നത് നിങ്ങളുടെ ജീവിത സാക്ഷ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം കേട്ട ജനം മുഴുവൻ ഒരു മാനസാന്തരത്തിലൂടെ പുതിയ കൃപയിലേക്ക് വരുന്നു. അതായത് അപ്പസ്തോലപ്രവർത്തനത്തിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം. അപ്പോളോസ് കൊറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവരിൽ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ ഏകദേശം 12 പേരായിരുന്നു. അവർ ധൈര്യപൂർവ്വം സിനഗോഗിൽ പ്രവേശിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് 3 മാസം പ്രസംഗിക്കുകയും വാദപ്രവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. അതായത് ഇവരുടെ ഉള്ളിൽ ആഗ്രഹം, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം. ആത്മീയദാഹം ഉള്ളത് കൊണ്ടാണ് ഈ പൗലോസ് കരങ്ങൾ വെച്ച ഉടനെ അവരെല്ലാം പരിശുദ്ധാത്മാവോട് നൽകുന്നത്. വീണ്ടും ബൈബിളിൽ കാണുന്നുണ്ട്. അതായത് അപ്പോസ്തലപ്രവർത്തനത്തിൽ എത്യോപ്യക്കാരനായ ഷണ്ടൻ, അവൻ ഇങ്ങനെ തേരിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷെ അവന് ആഗ്രഹമുണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലായിരുന്നെങ്കിൽ, ബൈബിൾ വായിച്ച് ഇതൊക്കെ ഒന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ ഇവന് ബൈബിൾ വായിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഫിലിപ്പോസ് ഇവന്റെ ആ രഥത്തിനോട് ചേർന്ന് നടക്കുന്നത്. ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ വായിക്കുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല. ഉടനെ ഇവൻ ദൈവവചനത്തെ കുറിച്ച് ഫിലിപ്പോസ് ഈ എത്യോപ്യക്കാരനായ ഷണ്ടനോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ഈശോയെ കുറിച്ചാണ് നീ കേൾക്കുന്നത്. ഈശോ കുരിശിൽ മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ച് ഉദ്ധാനം ചെയ്തു. ഇത് തീർന്ന ഉടനെ തന്നെ എത്യോപ്യക്കാരൻ ഷണ്ടൻ പറയാണ്, ഇനി എനിക്ക് മാമോദീസം സ്വീകരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പുതിയ വ്യക്തിയായി തീരണം. അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് അയാളുടെ പാപജീവിതം നയിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. സക്കേവൂസിന് എന്തുകൊണ്ടാണ് പഴയ പാപജീവിതം നയിക്കാൻ പറ്റാത്തത്? സമരിയാക്കാരി സ്ത്രീക്ക് എന്തുകൊണ്ടാണ് പഴയ ജീവിതം നയിക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ മറിയത്തിന്, മർത്താമറിയത്തിലെ മറിയത്തിന് എന്തുകൊണ്ടാണ് പഴയ പാപജീവിതം നയിക്കാൻ പറ്റാത്തത്? യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ പിന്നീട് അവർക്ക് അവരുടെ പാപജീവിതത്തിലേക്ക് തിരികെ പോകാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ഈശോയായിട്ട് ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചിരിക്കുക, അവരുടെ ഹൃദയം മുഴുവൻ വിശുദ്ധമായിരിക്കുകയാണ്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ, യഥാർത്ഥത്തെ സ്വന്തമാക്കിയാൽ, ഒരു നല്ല ഹൃദയം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇനി പഴയ പാപജീവിതത്തിലേക്ക് നമുക്ക് പോകാനാവില്ല. ഹല്ലേലൂയ. അടുത്ത പറഞ്ഞ് ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ പലരുടെയും ഹൃദയം കഠിനമാക്കിയതുകൊണ്ടാണ് ഈശോ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് പഴയ നിയമത്തിലെ കുറിച്ച് ഈ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ ഹൃദയ കാഠിന്യമുള്ളവരായിരുന്നു. ഹെബ്രായ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം 12 മുതലുള്ള തിരുവചനം. എന്റെ സഹോദരരെ,
ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ. ഉള്ളിൽ വിശ്വാസമില്ലാത്ത ഹൃദയത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ദുഷ്ടഹൃദയം. നമ്മുടെ വീട്ടിൽ ആർക്കും ഫെയ്ത്ത് ഇല്ല, വിശ്വാസമില്ല, ഒരു അല്പം പോലും പള്ളിയിൽ പോകുന്ന വിശ്വാസമില്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? ദുഷിച്ച ഹൃദയമാണ്. ഹല്ലേലൂയ. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു എന്നാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. ദുഷിച്ച ഹൃദയം അവനവനെ, വിശ്വാസമില്ലാത്ത ഒരു ഹൃദയം അവനെ തന്നെ നശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് എന്റെ സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പാപം ആവർത്തിച്ചു കഴിയുമ്പോൾ എന്താ പ്രത്യേകത? ഈ പാപബോധം നഷ്ടപ്പെടും. മനുഷ്യന്റെ ഉള്ളിലേക്ക് പാപബോധം നഷ്ടപ്പെടും. സ്ഥിരം മോഷ്ടിച്ച് മോഷണം ഒരു തെറ്റല്ലാതായിട്ട് മാറും. സ്ഥിരം വ്യഭിചാരം ചെയ്ത് വ്യഭിചാരം ഒരു പാപമല്ലാതായിട്ട് മാറും. സ്ഥിരം മദ്യപിച്ച് മദ്യപാനം ഒരു തെറ്റല്ലാതെ മാറും. ഹല്ലേലൂയ. പിന്നെ അതിനെ ന്യായീകരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് ആ വചനത്തിൽ കണ്ടോ, ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ നാം പങ്കാളികളാവൂ. ഹല്ലേലൂയ. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസം അവസാനം വരെ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ പങ്കാളിയായി തീരൂ. ഹല്ലേലൂയ. അതായത് വെളിപാട് 2:4 പറയുന്നില്ലേ, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു, അതിനാൽ ഏതവസ്ഥയിലാണ് അധപ്പതിച്ചതെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ആദ്യമുണ്ടായിരുന്ന വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ പങ്കാളികളാവുകയുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവരുമായല്ലേ അവർ 40 വത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നികുതിച്ചത്? അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തന്നെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത്? അങ്ങനെ അവിശ്വാസ നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇങ്ങനെ ഈ കർത്താവ് ഇങ്ങനെ അവരുടെ ഇസ്രായേൽ ജനത്തിന്റെ കൂടത്തിൽ പോകുമ്പോൾ ഇവർക്ക് വിശക്കുമ്പോൾ കർത്താവ് മന്ന വർഷിക്കും, ഇവർക്ക് ദാഹിക്കുമ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കും, ഇവർക്ക് മരുഭൂമിയിലൂടെ തന്നെ ശത്രുക്കളെയൊക്കെ കർത്താവ് തോൽപ്പിക്കും, ഇവർക്ക് വേണ്ടി കാടപ്പക്ഷികളെയൊക്കെ. പക്ഷെ ഇവർക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം. ഹല്ലേലൂയ. ഇവർക്ക് ഇതൊക്കെ തരുന്നത് ദൈവമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് ഒരു അപകടമാണ്. മക്കൾക്ക് ജോലി കിട്ടി, കൊച്ചു പഠിച്ചത് കൊണ്ടാണ്. വീട് പണിയാൻ പറ്റി, അപ്പന്റെ കഴിവ് കൊണ്ടാണ്. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഹൃദയം കഠിനമാക്കി വെക്കുന്ന മേഖലയുണ്ട്. അപ്പോൾ ഇസ്രായേൽക്കാര് കഠിനമാക്കി വെച്ചത് അവർക്ക് അനേകം അടയാളങ്ങൾ കണ്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പഴയ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം ആദ്യം പറഞ്ഞു, യഹൂദരെ പരിസേയരും നിയമജ്ഞരുടെ പ്രത്യേകത ഈശോ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത് കൺമുമ്പിൽ കണ്ടു. ഉടനെ അവർ പറയുന്നത് എന്താ? ഇവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് ആരെ കൊണ്ടാണ്? പിശാചുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ്. ഹല്ലേലൂയ. അത്ഭുതം കണ്ടു, കൈ ശോഷിച്ചവൻ സുഖപ്പെടുന്നത് കണ്ടു, കൂനിപ്പോയ സ്ത്രീ സുഖപ്പെടുന്നത് കണ്ടു, ആളുകളുടെ മുമ്പിൽ വെച്ച് സൗഖ്യം നൽകി. ഉടനെ തന്നെ ആളുകൾ പരിസേയരും നിയമജ്ഞരും ഈ സൗഖ്യത്തെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഇത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ കാര്യം പറഞ്ഞു, ഇവൻ സൗഖ്യപ്പെടുത്തുന്നത് ആരുടെ നാമത്തിനാണ്? പിശാചുക്കളുടെ നാമത്തിനാണ്. ഹല്ലേലൂയ. അത് ഉള്ളിലെ അന്ധതയാണ്, ഉള്ളിലെ അവിശ്വാസത്തിന്റെ അടയാളമാണ്. ജീവിതത്തിൽ എത്രമാത്രം ദൈവം പ്രവർത്തിച്ചാലും അത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഹല്ലേലൂയ. അതിലോട് പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നത് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ലെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിനെതിരായിട്ട് ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ടും സത്യത്തെ സ്വീകരിക്കാതെ വരുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ട്
ഹല്ലേലൂയ. സത്യം തിരിച്ചറിഞ്ഞിട്ടും അതിൽ വിശ്വസിക്കാതെ അതിനെ നിഷേധിക്കുന്നത് തെറ്റാണ്. മനുഷ്യപുത്രനെതിരായിട്ട് ചെയ്യുന്ന പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. കാരണം എന്താ? ദൈവം കരുണയുള്ള ദൈവമാണ്, അല്ലെ? ദൈവം കരുണയാണ്. ദൈവം കരുണയായതുകൊണ്ട് കർത്താവ് ക്ഷമിക്കും. അത് പരിശുദ്ധാത്മാവിനെതിരായിട്ട് ബോധപൂർവം തന്നെ പാപത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ യേശു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും അവർ പറയാണ്, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഈ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അവർക്ക് ദൈവത്തിന്റെ രക്ഷ സ്വന്തമാക്കാൻ പറ്റിയില്ല. അപ്പസ്തോലന്മാർ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഈശോയുടെ പിന്നാലെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആത്മശോധന ചെയ്യണം. അത്ഭുതങ്ങൾ നമ്മളെ പുതിയ മാനസാന്തരത്തിലേക്ക് നയിച്ചില്ലെങ്കിൽ അത്ഭുതങ്ങളല്ല. ഹല്ലേലൂയ. യേശു കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങളെ ശാസിക്കുന്നുണ്ട്. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. ഈ സ്ഥലങ്ങളെ ശപിക്കാൻ കാരണം എന്താ? ഇവിടെ ഒത്തിരിയധികം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടും വിശ്വാസമില്ല. അനേകം അടയാളങ്ങൾ സംഭവിച്ചിട്ടും വിശ്വസിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശോധിച്ച് നിങ്ങൾക്ക് ശക്തമായ വിശ്വാസമുണ്ട്, ശക്തമായ ബോധ്യങ്ങളുണ്ട്, ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. യേശു ആ നഗരങ്ങളെ ശാസിക്കാൻ അല്ലെങ്കിൽ ശപിക്കാൻ കാരണം അവരുടെ വിശ്വാസം അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ട് അവർ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ചില സ്ഥലങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. യേശു താൻ വളർന്ന് നസറത്തിലേക്ക് വരുമ്പോൾ അവിടെ സിനഗോഗിൽ വചനം പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ അവിടെയുള്ള യഹൂദ പ്രമാണികളെല്ലാം പറയുന്നുണ്ട്, ഇവനാ തച്ചന്റെ മകനല്ലേ, മറിയമല്ലേ ഇവന്റെ അമ്മ, ഇവന്റെ സഹോദരന്മാരെല്ലാം ഇടയില്ലേ. യേശു ആ സ്ഥലത്ത് അത്ഭുതം പ്രവർത്തിച്ചില്ല. കാരണം എന്താ? അവിടെ ആർക്കും വിശ്വാസമില്ല. അവരെല്ലാവരും ഈശോയെ കണ്ടിട്ട്, ചെറുപ്പം മുതലേ ഈശോയെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഈശോയുടെ രഹസ്യ ജീവിതം മുഴുവൻ അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കൊരിക്കലും ഈശോയെ രക്ഷകനായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. രക്ഷകനായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരങ്ങള് നമ്മളെ രക്ഷയിലേക്ക് നയിക്കണം. ഈ 10 കുഷ്ഠരോഗികള് ഒരാള് ഈശോയ്ക്ക് നന്ദി പറയാൻ വന്നത് അവൻ അത്ഭുതം കണ്ടതിൽ കൊണ്ടാണ്. അവന് ദൈവത്തിന് നന്ദി പറയാനായിട്ട് വന്നത് അവന്റെ ജീവിതത്തിൽ ഈശോ സൗഖ്യപ്പെടുത്തിയത് കൊണ്ടാണ്. അവൻ ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നു, ഈശോയെ മഹത്വപ്പെടുത്താനായിട്ട് വന്നു, ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയം ലാസറിനെ ഉയർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മറിയത്തിന്റെ പ്രത്യേകത, മറിയത്തിന്റെ ഹൃദയം ഈശോയ്ക്ക് സമർപ്പിച്ചു. അതുകൊണ്ടാണ് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ ആ കല്ലറയുടെ അടുക്കൽ തന്നെയുണ്ട്. ജീവിതത്തില് ഈശോ വരുത്തുന്ന മാറ്റങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. വചനം കേട്ട് വചനം ധ്യാനിച്ച് നിങ്ങൾ പുതിയ വ്യക്തിയായി തീരണം. ഹല്ലേലൂയ. നിങ്ങൾ ബുധനാഴ്ചകളിലും ആദ്യ വെള്ളിയാഴ്ചകളിലും ഒക്കെ വന്ന് വചനം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുന്ന വ്യക്തിയായി തീരണം, എല്ലാവരും സ്നേഹിക്കുന്ന വ്യക്തിയായി തീരണം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറണം, ദൈവഭയമുള്ള വ്യക്തിയായിട്ട് മാറണം, വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായി തീരണം, ഹൃദയത്തിൽ ആഴമായ വിശ്വാസമുള്ള ഒരു വ്യക്തിയായി തീരണം. ഹല്ലേലൂയ. ഇത് ഇല്ല എങ്കിൽ വചനത്തിന് നമ്മുടെ ഫലം പുറപ്പെടുവിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറണം. അതുകൊണ്ട് പഴയ ജീവിതം കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം, കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം, കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 5 മുതലുള്ള തിരുവചനം. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുകയും. എന്താണ് ഇരിക്കുന്നത്? ഈ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, പണത്തിനോടുള്ള ആഗ്രഹം, പണത്തോടുള്ള ദാഹം, വിഗ്രഹാരാധന എന്നാണ് ബൈബിളിൽ ഇരിക്കുന്നത്. കാരണം എന്താ? ഒരു വ്യക്തിയുടെ ഉള്ളിൽ, മനസ്സിൽ, ഹൃദയത്തിൽ പണം നിറഞ്ഞു കഴിഞ്ഞാൽ പണം ഒരു വിഗ്രഹമായിട്ട് മാറും. എത്ര പണം കിട്ടുന്നു എന്നാലും തൃപ്തി വരികയില്ല. പണം കിട്ടണം, പണം വേണം, പണത്തോടുള്ള ദാഹം വർദ്ധിക്കും. അതുകൊണ്ടാണ് ധനാസക്തിയെ വിഗ്രഹാരാധന എന്ന് എഴുതിയിരിക്കുന്നത്. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. 9-ാമത്തെ വചനം, പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടി തന്നെ നിഷ്കാസനം ചെയ്യും. ഹല്ലേലൂയ.
പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടി തന്നെ നിഷ്കാസനം ചെയ്യും. ഹല്ലേലൂയ. ഓർക്കണം, നമ്മൾ ചിന്തിക്കണം. ഒരു പക്ഷേ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധനയായ ദിവ്യാസക്തി, അതോടൊപ്പം തന്നെ അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ ആ ചെയ്തികളോടുകൂടി തന്നെ ദൂരെ അറിയണം. ഹല്ലേലൂയ. ഒരു പുതിയ വ്യക്തിയായി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവേ, ഒരു പുതിയ വ്യക്തിയായി തീരാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പുതിയൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ദൈവാനുഭവമുള്ള ദൈവകൃപയുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റുന്നതേ പ്രാർത്ഥിച്ച് കർത്താവേ, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നല്ല ഹൃദയം, മാനസാന്തരമുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ഹൃദയമാക്കി ഹൃദയത്തെ മാറ്റണമേ. എന്റെ ജീവിതത്തിന് ഒരു വിശുദ്ധീകരണം നൽകണമേ. ഇന്ന് വചനം കേട്ട് വചനത്തിലൂടെ ഞങ്ങൾക്കൊരു വിശുദ്ധീകരണം നൽകണമേ. എല്ലാ ബന്ധനങ്ങളും അടിച്ചു കളയണമേ. ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും എടുത്ത് മാറ്റണമേ. ഈശോയെ, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ദ്രവ്യാസക്തി അല്ലെങ്കിൽ അശുദ്ധി, ആസക്തികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പരിപൂർണമായ വിടുതൽ നൽകണമേ, വിശുദ്ധീകരണം നൽകണമേ. അതാവേ, ഞങ്ങളെ ഒരുപക്ഷെ ഞങ്ങളുടെ ഉള്ളില് ദൈവവചനം കടന്നു വരാൻ പറ്റാത്ത വിധം പൈശാചിക ബന്ധനമായിട്ടുള്ള ഒരു കഠിന ഹൃദയത്തിന്റെ മേഖലയാണ്, മാനസാന്തരം ഇല്ലാത്ത ഒരു മേഖലയാണെങ്കിൽ ഒരു പുതിയ ഹൃദയം, മാംസ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തളർന്നു പോവുകയും വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഉറച്ച വിശ്വാസം നൽകണമേ. അതായത് ലോകത്തിൻ്റെതായിട്ടുള്ള ആസക്തികളും സുഖങ്ങളും ഒക്കെ സന്തോഷങ്ങളും ഒക്കെ ഞങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് രണ്ട് കരം ഉയർത്തി ശക്തമായ ആരാധിക്കാം.